അതുപോലെ ഈ കേരളത്തിൻ്റെ ഈ നവോത്ഥാന ചരിത്രം പൊതുവേ അത് അതിൻ്റെ ഉടയാന്മാരാകാൻ, അതായത് അത് ഞങ്ങളാണ് ഇത് നവോത്ഥാനം കൊണ്ടുവന്നത് എന്നുള്ള നമുക്കറിയാം. അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകളും ലേഖനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട 100ാമത്തെ വാർഷികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അന്ന് RSSൻ്റെ ഒരു ഗണഗീതം പുതുതായിട്ട് വന്നിരുന്നു, ആദിശങ്കരൻ ആത്മബോധം. അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു, ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് നന്നായിട്ട് വൈറലായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ പലയിടത്തും അതുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു ഇന്ത്യക്ക് പുറത്ത്. അതെ അതെ. അപ്പോൾ ആ ഒരു ഗീതത്തെക്കുറിച്ച് അതൊരു സത്യം പറഞ്ഞാൽ ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി വർഷത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം കോട്ടയം വിഭാഗമാണ് നടത്തിയത്. വളരെ ഗംഭീരമായൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ സംഘാടകർ ആദ്യം തന്നെ നമുക്ക് ഇപ്പം നമ്മൾ ചില ഒക്കേഷനിലാണ് പലപ്പോഴും ഗീതങ്ങൾ ജനിക്കുക. അപ്പോൾ നമ്മുടെ സ്വയംസേവകരോട് പറഞ്ഞു അങ്ങനെ ഒരു ഗീതം നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പലരും എഴുതിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലരും എഴുതി അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു ഗീതമാണ് അവിടെ പാടിയത്. അത് ഈ പറഞ്ഞ പോലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗീതമാണ്. പലരും ഇപ്പോഴും അത് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും രസം സംഘത്തിന് പുറത്തുള്ളവരും ഇപ്പോൾ ആ ഗീതം പാടുന്നു എന്നാണ്. കാരണം അതിനകത്ത് സംഘത്തെ സംബന്ധിക്കുന്ന ഒരു വരി മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രമാണ്. കേരളത്തിൻ്റെ ആധുനിക കാല സാമൂഹ്യ നവോത്ഥാന ചരിത്രം. സാമൂഹ്യ നവോത്ഥാനം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. കാരണം സാമൂഹ്യ ജീർണത ഉണ്ടാകുമ്പോഴാണല്ലോ സാമൂഹ്യ നവോത്ഥാനം ഉണ്ടാവുക. അപ്പോൾ ആധുനികകാല സാമൂഹ്യ നവോത്ഥാന ചരിത്രം ഉണ്ടാകാനിടയാക്കിയ നവോത്ഥാനം ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഒരു സാമൂഹ്യ സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സാമൂഹ്യ നവോത്ഥാനം കേരളത്തിൽ ഉണ്ടാകാൻ ഇടയാക്കിയതെന്താണ് എന്ന് ചോദിച്ചാൽ ജാതീയതയാണ്. ഈ ജാതീയത എപ്പോഴുണ്ടായി പലപ്പോഴും നമുക്കറിയില്ല. എല്ലാവരും പറയും സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അത് ജാതിയാണ്. ബ്രാഹ്മണൻ അല്ലെങ്കിൽ ചാതുർവർണ്ണ്യം ഇതരനെ അടിച്ചമർത്തിയതാണ് എന്നൊക്കെ പറയും. ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും സനാതനധർമ്മത്തിൽ ജാതിയില്ല. വൈദിക കാലത്ത് നിങ്ങൾക്ക് ജാതി കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ ദക്ഷിണ ഭാരതത്തിൽ ഇന്ന് കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലാണ് ഏറ്റവും വലിയ തീവ്രമായ ജാതീയതയുണ്ട്. ഇതെപ്പോഴാണ് ഉണ്ടായത്? അതിനൊരു ചരിത്രമുണ്ട്. സത്യത്തിൽ ലോകത്തിന് മുഴുവൻ മാതൃകയായ ഒരു സാമൂഹ്യ സംവിധാനമായിരുന്നു നമ്മുടെ ദക്ഷിണ ഭാരതത്തിലുണ്ടായിരുന്നത്. അത് എപ്പോഴാണ്? സംഘകാലം. സംഘകാലത്തിൽ ജാതീയതയെ ഉണ്ടായിരുന്നില്ല. അതൊരു സുവർണകാലം തന്നെയായിരുന്നു. പിന്നീട് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ 7ാം നൂറ്റാണ്ടിന് ശേഷം നമ്മുടെ കേരളത്തിലെ വലിയ ക്ഷേത്രങ്ങൾ പലതും ഉണ്ടാകുന്നതിന് ശേഷമാണ് മഹാക്ഷേത്രങ്ങൾ. ഈ മഹാക്ഷേത്രങ്ങൾ അത് ആഴ്വാന്മാർ, നായനാന്മാർ എന്ന് പറയുന്നത് ശൈവ വൈഷ്ണവ ഭക്തന്മാരുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. ഒരു ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഒരു പീക്ക് ടൈമാണ്. ഒരു ഘട്ടത്തിലെ ഭക്തിപ്രസ്ഥാനമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഭരണാധികാരിമാരൊക്കെ വലിയ വിശ്വാസികളാണ്. അവർ ക്ഷേത്രത്തിന് വേണ്ടി സമ്പത്തുകൾ എഴുതി കൊടുത്തു, സ്വത്തുകൾ കൊടുത്തു. ഇങ്ങനെ ഒരു സുവർണ കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ചേരചോള യുദ്ധം. അതാണ് ഒരു 100 വർഷം നീണ്ടുന്ന യുദ്ധമാണ്. നൂറ്റാണ്ട് യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കേരളത്തിലെ കളരി സമ്പ്രദായമൊക്കെ പ്രബലമാകുന്ന ആ കാലഘട്ടത്തിലാണ്. കാരണം ഈ യുദ്ധത്തിന് ആവശ്യമാണ്. അപ്പം സർഗാത്മകമായി ഒരു സാമൂഹ്യ രചന നടന്നുകൊണ്ടിരുന്നിടത്തുനിന്നും സംഹാരാത്മകമായ കാര്യങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ വന്നു. അപ്പോൾ ചെറുപ്പക്കാരെല്ലാം ഈ കളരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള പരിശ്രമത്തിലായി. കളരികളെല്ലാം ഈ യുദ്ധത്തിന് ആളിനെ കൊടുക്കുന്ന കേന്ദ്രങ്ങളായി മാറി. ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ശ്രദ്ധ യുദ്ധത്തിലായി. അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പൗരോഹിത്യം പ്രബലമായി. ദേവസ്വങ്ങൾ ബ്രഹ്മസ്വങ്ങളായി മാറി. ആ ബ്രഹ്മസ്വം വന്നതോടുകൂടി പൗരോഹിത്യം, അഥവാ അത് പുരോഹിതന്മാർ ബ്രാഹ്മണരായിരുന്നു. ബ്രാഹ്മണർ എന്തായി? ഫ്യൂഡൽ മാടമ്പിമാരായി. അവരുടെ ആശ്രിതന്മാരായി കുറേ ആൾക്കാർ വന്നു. ഇപ്പം നായർ പോലെയുള്ള സമുദായങ്ങളൊക്കെ ഇവരുടെ ആശ്രിതന്മാരായി വന്നവരാണ്. അമ്പലവാസികൾ ഇവരൊക്കെ ആശ്രിതരായി വന്നു. അതിന് താഴോട്ടുള്ള സമൂഹങ്ങൾ, പ്രത്യേകിച്ച് കൃഷിക്കാർ, പുലയർ, പറയർ പോലെയുള്ള ശരിക്കും ഈ മണ്ണിൻ്റെ അവകാശികളായിട്ടുള്ള ആൾക്കാർ, ഈ മണ്ണിൽ പണിയെടുത്ത് വിയർപ്പ് ചിന്തി ആഹാരമുണ്ടാക്കിയവർ, അവരൊക്കെ വെറും അടിമകളുടെ രീതിയിലേക്ക് പോയി. ഇങ്ങനെയാണ് കേരളത്തിൽ ഈ ജാതീയത ഉണ്ടാകുന്നത്. പക്ഷേ രസകരമായൊരു സംഗതി, നമ്മളിപ്പോൾ പറയുമ്പോൾ ഇവിടെയൊക്കെ പാട്ടുപാടി പറഞ്ഞു നടക്കുന്നത് പുലയ പറയ വിഭാഗത്തെല്ലാം നമ്പൂരി അടിച്ചൊതുക്കിയെന്നാണ്. രസമതല്ല, അസംബന്ധമല്ല. ഈ ഓരോ ജാതിയും മറ്റവനെ അടിച്ചു. ഈഴവ, പറയ, പുലയ ഇവരെല്ലാം മറ്റൊരു ഞങ്ങളെക്കാളും താഴമാണ്. ഇപ്പോൾ നമ്പൂരിൽ നിന്ന് ഇത്ര അടി ഈഴവന് വേണമെങ്കിൽ ഈഴവന് ഇത്ര അടി പറയന് വേണം.
ചണ്ടാളൻ അതിനെല്ലാം പുറത്താണ് നിൽക്കുക. ഞാൻ കുറച്ച് കാലം മുമ്പ് വയനാട്ടിൽ യാത്ര ചെയ്ത സമയത്ത് വനവാസികളെല്ലാം നമ്മൾ പറയുമ്പം ST ആണ്, ഷെഡ്യൂൾ ട്രൈബാണ്, എല്ലാവരും പിന്നോക്കമാണ്. ഇപ്പം ഞാൻ അവിടുത്തെ ചില വനവാസി സുഹൃത്തുക്കളെയുമായിട്ട് ഇങ്ങനെ ഓരോ വനവാസിയുടെയും വീട്ടിൽ കയറിയപ്പം ചിലർ ആ വീട്ടിലേക്ക് കയറാൻ തയ്യാറില്ല, ചില ഗോത്ര സമൂഹങ്ങൾ. ഞാൻ ചോദിച്ചെന്താ? അല്ല, അവരുടെ മുറ്റത്ത് കയറാൻ പാടില്ല, വനവാസികളാണ്, കുറിച്ചിര്, കുറുമര്, മലമ്പണ്ടാരം, ഇങ്ങനെ ഓരോ ഗോത്രങ്ങളാണ്, അവരുടെ ഇടയിൽ ജാതീയതയുണ്ട്. ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് നമ്മൾ മൊത്തം നായരും നമ്പൂരി എല്ലാം കൂടെ ചേർന്ന് ബാക്കി എല്ലാവരും അടിച്ചൊതുക്കി എന്നുള്ള കഥകൾ പ്രചരിപ്പിക്കുന്നത്. ഈ മുലച്ചിപ്പറമ്പിൻ്റെയൊക്കെ നുണക്കഥകൾ ഉണ്ടാക്കുന്നത്, മുലക്കരം, ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നരേഷനാണ്. ഹിന്ദു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ മുലക്കരം. മാത്രമല്ല, തലക്കരം ഉണ്ടായിരുന്നു. എന്നാൽ തല വെട്ടി വെച്ച് കൊടുത്തോ? ഇല്ലല്ലോ. എന്താ ഈ തലക്കരവും മുലക്കരവും? ആണിനും പെണ്ണിനും നികുതി ഏർപ്പെടുത്തി. ലോകത്തെല്ലായിടത്തും ഏർപ്പെടുന്നവരാണ്. പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞ പോലെ തലക്കരം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ ആണ്, മുലക്കരം കൊടുക്കേണ്ടത് പ്രായപൂർത്തിയായ പെണ്ണ്. അല്ലാതെ മുലയ്ക്ക് അല്ലെങ്കിൽ ഈ കഞ്ചുകത്തിന് പ്രത്യേകം ഇതൊന്നല്ല. ഇതൊക്കെ പിന്നീട് ഈ ഇടതുപക്ഷ ചരിത്രമല്ല, കുബുദ്ധി ജീവികൾ അല്ല, അതല്ല നിർമ്മിക്കലാണല്ലോ അവർ ചരിത്രം ഉണ്ടാക്കിയാണ്. അപ്പം ഈ ഞാൻ പറഞ്ഞത് ഈ ജാതീയത വിറ്റ് കാശാക്കി ഇന്നും ഈ സമൂഹങ്ങളെ പുറമ്പോക്ക് ജീവിതങ്ങളാക്കി, അരികി ജീവിതങ്ങളാക്കി നിർത്തുന്നത് നവോത്ഥാനത്തിൽ പങ്കുണ്ട് എന്ന് ഞെളിയുന്നവരാണ്. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം, ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയ കേളപ്പജിക്ക് സ്മാരകമില്ല, AKGക്കുണ്ട്. AKGയുടെ പണി എന്തായിരുന്നു? AKG അന്ന് കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ ഭയങ്കര സ്മാരകം കാണാം. ഇങ്ങനെയാണ് ചരിത്രം ഉണ്ടാക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് റോൾ ഉണ്ടായിരുന്നത്? 25-ലുണ്ടായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 24 നടന്ന വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പൈതൃകം അവകാശപ്പെടുകയാണ്. സത്യത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം വളരെ ചെറിയ തോതിൽ ഒന്ന് ചിത്രീകരിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതിലൊരിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു റോളുമില്ല. ആദിശങ്കരനാത്മബോധമുണർന്നുയർന്നൊരു കേരളം. എവിടെയാണ് കേരളത്തിൻ്റെ ആരംഭം? എവിടെയാണ് എന്ന് ചോദിച്ചാൽ ആധുനിക കേരളത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ആദിശങ്കരനാണ്. ആ ശങ്കരൻ ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്പർ 1 ശത്രുവാണ്. EM ശങ്കർ എന്ന ഒരുപാട് പറഞ്ഞു, ഈ രാജ്യത്തെ പിന്നോട്ടടിച്ചത് ആദിശങ്കരനാണ്. നിങ്ങൾ ഭാരതത്തിൽ എവിടെയെങ്കിലും പോയാൽ, ഞാൻ ഈ ഇങ്ങനെ ഉത്തരഭാരതത്തിൽ ഇങ്ങനെ അലഞ്ഞടക്കുന്ന സമയത്ത് നർമ്മദയുടെ തീരത്ത് ഓംകാരേശ്വരമുണ്ട്. ഓംകാരേശ്വരത്ത് ഞാൻ ഒറ്റയ്ക്കാണ് അന്ന്. ഓംകാരേശ്വരം ഞാൻ ആദ്യമായിട്ട് പോകാം, അതുകൊണ്ട് എനിക്ക് ജ്യോതിർലിംഗമാണത്. അപ്പോൾ നർമ്മദയുടെ അക്കരയാണ്. അപ്പോൾ ഈ പാലം കടന്ന് അക്കരെ ചെന്നിട്ട് ഈ ഓംകാരേശ്വര ക്ഷേത്രം സന്ദർശിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ നിന്നാണ് അറിയുന്നത് ഇക്കരെ ഒരു മാമലേശ്വരം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. 2 ജ്യോതിർലിംഗമായിട്ടാണ് കണക്കാക്കുന്നത്. നർമ്മദയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, 2 ജ്യോതിർലിംഗമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ അവിടെ വെച്ചാണ് അത്ര ഈ ശങ്കരാചാര്യർക്ക് പത്മപാദർ എന്ന ശിഷ്യനെ ലഭിക്കുന്നത് അവിടെ വെച്ചാണ്. നർമ്മദ വളരെ അഗാധമായിട്ട് ഒഴുകുന്ന മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാനവിടെ ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട്, ഒരു മലയാണത്, ഇങ്ങനെ ചെറിയൊരു മല ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു ചെറിയ ഗുഹ, ചിലർ പോയി തൊഴുന്നു. എന്താണെന്നറിയില്ല. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ശങ്കരൻ്റെ ഒരു പ്രതിമ, ഒരു വിഗ്രഹം. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശങ്കരാചാര്യർ അവിടെ തപസ് ചെയ്യുമെന്നാണ് വിശ്വാസം. അപ്പം ഞാൻ അവിടെ എങ്ങനെ നിന്ന് തൊഴുമ്പോൾ ഒരു ഹിന്ദിക്കാരനെ പരിചയപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കേരളത്തിൽ നിന്ന് വന്നു. പെട്ടെന്ന് അയാളുടെ ഭാവം മാറി. അയാളെൻ്റെ കാലത്തൊട്ട് തൊഴാൻ നിൽക്കുകയാണ്. കാരണം ശങ്കരൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വന്നത്. അവിടെയാണ് കേരളത്തിൽ ശങ്കരൻ, ഇപ്പം കാലടി ശങ്കര സർവകലാശാലയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ശങ്കരാചാര്യരുടെ വിഗ്രഹം എടുത്തു മാറ്റണമെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുള്ള നാടാണിത്. അതിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് SFIയുടെ കൊടി കുത്തുന്ന നാടാണ്. ഭാരതം കേരളത്തെ അടയാളപ്പെടുന്ന ശങ്കരൻ്റെ പേരിലാണ്. കുംഭമേളയിൽ എവിടെ ചെന്നാലും ഇത് തന്നെ ശങ്കരാചാര്യർ മാത്രമേ കേൾക്കാനുണ്ടായിരുന്നു. അഖണ്ഡ ഭാരതത്തെ, അതിൻ്റെ സാംസ്കാരിക ഏകതയെ സാക്ഷാത്കരിച്ച ആദിശങ്കരനാണ്. അല്ല, അത് വെച്ചും ഗണഗീതം വന്നു, വിരിഞ്ഞു പണ്ടൊരു അപ്പോൾ ഈ ഗീതം നമ്മുടെ ഈ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് എഴുതപ്പെട്ട ഗീതത്തിൽ ശങ്കരനെ തന്നെ ആദ്യം പറയുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. കാരണം ശങ്കരനിൽ ആരംഭിക്കുന്നു. ഇവിടെ ഈ നവോത്ഥാന മൂല്യങ്ങളെ മുഴുവൻ അട്ടിമറിച്ച കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള ഒരു കൃത്യമായ അടിയും കൂടെയാണ് ഈ ശങ്കരനിൽ തുടങ്ങുന്നത്. എന്താണ്? ആദിശങ്കരനാത്മബോധമുണർന്നുയർന്നൊരു കേരളം,
ശങ്കരന് അദ്വൈത സിദ്ധാന്തത്തിലൂടെയാണ് ഭാരതത്തെ ഏകീകരിച്ചത്. ആ ആത്മബോധമുണ്ടായ മണ്ണാണ് ഇത്. വിശുദ്ധ സ്ഥലിയാണ്. ഇത് ദിവ്യമായ മണ്ണാണ്. ദ്വൈതമില്ലദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം. രണ്ടല്ല, ഒന്നാണ്. ശങ്കരൻ അതാണല്ലോ പറഞ്ഞത്, അദ്വൈതം രണ്ടല്ല. ജീവാത്മാവും പരമാത്മാവും, നീയും ഞാനും രണ്ടല്ല. ഇതിനപ്പുറത്ത് എന്ത് ആശയമാണ് പറയേണ്ടത്? ക്ലാസ് വാറിൻ്റെ സിദ്ധാന്തമല്ല ശങ്കരൻ പറഞ്ഞത്. മുതലാളിയും തൊഴിലാളിയും രണ്ട്, ഉടമസ്ഥനും പണിക്കാരനും രണ്ട്, വെളുത്തവനും കറുത്തവനും രണ്ട്, ആദിവാസിയും വന്തവാസിയും രണ്ട്. ഇവർ തമ്മിലുള്ള സംഘർഷമാണ് നാഗരികത സംസ്കാരം എന്ന് പറയുന്ന സംഘർഷത്തിൻ്റെ സിദ്ധാന്തമല്ല ശങ്കരൻ പറഞ്ഞത്. നീയും ഞാനും ഒന്നാണ്, വെളുത്തവനും കറുത്തവനും ഒന്നാണ്, ചണ്ടാളനും ബ്രാഹ്മണനും ഒന്നാണ്. അതുകൊണ്ടാണല്ലോ വ്യാധൻ ശങ്കരൻ്റെ മുന്നിലേക്ക് വരുന്നത് കുറേ പട്ടികളെയായിട്ടാണ്. വ്യാധൻ എന്ന് പറഞ്ഞാൽ ഇറച്ചി വെട്ടുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചോര ഒലിപ്പിക്കുന്ന കത്തിയും കുറേ പട്ടികളും ഒക്കെ ആയിട്ട് വരുമ്പോൾ എന്നോ മനുഷ്യരോട് മാറിപ്പോ എന്ന് ശങ്കരൻ പറഞ്ഞു അത്രേ. അപ്പോൾ ഇയാൾ ചോദിച്ചു, ആരാണ് മാറേണ്ടത്? ദേഹം മാറണോ ആത്മാവ് മാറണോ? ഞെട്ടിപ്പോയി ശങ്കരൻ. കാരണം ഒരാളുടെ ഭൗതിക പ്രകൃതി കണ്ടിട്ട് അയാളെ വിലയിരുത്തരുതെന്നാണ്. ഇവൻ ഇറച്ചി വെട്ടുകാരനാണെന്നുള്ള രീതിയിലാണ് ശങ്കരൻ ഇടപെട്ടത്. വീണ്ടും ചോദിച്ചു, ആരാണ് മാറേണ്ടത്? ശരീരം മാറണോ ആത്മാവ് മാറണോ? ആ നിമിഷം ശങ്കരൻ വീണ്ടും നമസ്കരിച്ചു എന്നാണ്. കാരണം അദ്വൈതം സാക്ഷാത്കരിച്ചവനാണ് ഈ വരുന്നത്. അവിടെ ജാതി ഉണ്ടെങ്കിൽ ശങ്കരൻ അങ്ങനെ ചെയ്യുമോ? ഇനി അതൊരു കെട്ടുകഥയാണെങ്കിൽ പോലും, ഇനി അങ്ങനെ നമ്മൾ പറഞ്ഞോളൂ, ഒരു കെട്ടുകഥയാണെങ്കിൽ പോലും അതിൻ്റെ പിന്നിലുള്ള തത്വം എന്താണ്? ജന്മം കൊണ്ട് ബ്രാഹ്മണനായ ശങ്കരൻ പട്ടിയെ തിന്നുന്ന വ്യാധൻ്റെ മുന്നിൽ നമസ്കരിക്കുകയാണ്. അവിടെയാണ് പറയുന്നത്, പാണനല്ല പറയനല്ല പിന്നെ എന്തോ അല്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനല്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് തെറിയും കൂടെ പറയുമ്പോൾ ഞാനിതൊക്കെയാണ് എന്നാണ് വരുന്നത്. നമ്മുടെ കേരളത്തിലെ ആധുനിക അവസ്ഥയാണ്. അവിടെയാണ് ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദിയിൽ ദ്വൈതമില്ല അദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം. പിന്നെ ഈ കേരളത്തെക്കുറിച്ച് നമ്പർ 1 കേരളം എന്ന് പറഞ്ഞിട്ട് നമുക്കിന്ന് ഏതിലൊക്കെയാണ് നമ്പർ 1 കേരളം? മദ്യ ഉപയോഗത്തിൽ നമ്പർ 1, ഇപ്പം മയക്കുമരുന്ന് ഉപയോഗത്തിൽ നമ്പർ 1, ക്രൈം റേറ്റിൽ നമ്പർ 1, മാനഭംഗ കേസിൽ നമ്പർ 1 ആണ്. ഇങ്ങനെ പലതിലും കേരളം നമ്പർ 1 ആണ്. തൊഴിലില്ലായ്മ നമ്പർ 1 ആണ്. പക്ഷേ കേരളം നമ്പർ 1 ആയിരുന്നു. ഏതാണ്? ഇത് മാതൃഭാരത പാദപീഠമാണെന്ന് ആ ഗീതത്തിൽ പറയുന്നുണ്ട്. ഭാരതമാതാവിൻ്റെ പാദങ്ങൾ ഇവിടെയാണ്. കാരണം ദക്ഷിണ സമുദ്രത്തിലേക്കാണ് അമ്മ കാല് വെച്ചിരിക്കുന്നത്. പാദപീഠമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ ചവിട്ടി നിൽക്കുന്ന സ്ഥലം ഇതാണ്. മാതൃഭാരത പാദപീഠം ഇതാണു കേരള പുണ്യഭൂവും. ഈ കേരളം നമുക്കറിയാം, ഭാരതത്തിൽ ആദിഭാരതത്തിൽ അവസാനമുണ്ടായ ഭൂപ്രദേശങ്ങളിലൊന്നാണ് കേരളം. അതുകൊണ്ടാണ് ഈ പരശുരാമൻ്റെ കഥയൊക്കെ വരുന്നത്. കേരളം സൃഷ്ടിക്കപ്പെട്ടു. അത് ഭൂമിശാസ്ത്രപരമായും കേരളം പിന്നീട് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. പക്ഷേ ആ കേരളത്തെ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഭാഗമാക്കി നിർത്താൻ വേണ്ടിയിട്ട് 108 ശിവാലയങ്ങളും 108 ദുർഗാലയങ്ങളും ഒക്കെ പ്രതിഷ്ഠിക്കപ്പെടുന്നു. എന്തൊരു ഭവ്യമായ സങ്കല്പമാണിതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത് പാദപീഠമാണ് എന്ന് മാത്രമല്ല, കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണന്തമായി തെക്കു വടക്കു നീളെ അന്യോന്യമമ്പാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുള്ളൊരു നല്ല രാജ്യം. അങ്ങ് കന്യാകുമാരിയിൽ തപസ് ചെയ്യുകയാണ്. ആര്? കന്യാകുമാരി, സാക്ഷാൽ പാർവതി. എന്തിനാണ് തപസ് ചെയ്യുന്നത്? അങ്ങ് വടക്ക് ഹിമാലയത്തിൽ. ഇനി ആദി കേരളമുണ്ട്. ആദി കേരളമാണെങ്കിൽ ഗോകർണമാണ്. ഗോകർണത്തിൽ ശിവൻ പ്രതിഷ്ഠ കൊള്ളുകയാണ്. അപ്പോൾ ആദി കേരളത്തിലെ ശിവനാകാം, അങ്ങ് ഹിമാലയത്തിലിരിക്കുന്ന ശിവനുമാകാം. രണ്ടാണെങ്കിലും ഏകതയുടെ സന്ദേശമാണ്. ഇങ്ങ് കന്യാകുമാരി ശക്തിപീഠമാണ്. ആ ശക്തിപീഠത്തിൽ പ്രതിഷ്ഠ കൊള്ളുന്ന പാർവതി അല്ലെങ്കിൽ കന്യാകുമാരി ദേവി വടക്കോട്ട് നോക്കി ശിവനെ നോക്കി തപസ് ചെയ്യുകയാണ്. അവരുടെ കണ്ണോട്ടത്തിൽ ഐക്യപ്പെട്ട് നിൽക്കുകയാണ് ഈ മണ്ണ്. ശക്തിയും ശിവനും പരസ്പര നോട്ടമേറ്റമരുന്നിടം എന്ന് പറഞ്ഞാൽ ഇത് സ്പിരിച്വൽ ലാൻഡാണെന്നാണ് പറഞ്ഞത്. ഇത് ആത്മീയ ഭൂമിയാണ്. ശിവൻ്റെയും പാർവതിയുടെയും നോട്ടമേറ്റിരിക്കുന്ന സ്ഥലമാണ് എന്നാണ് പറയുന്നത്. ഇനി സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ അടുത്ത ഘട്ടം ഈ ഗീതത്തിൽ പ്രധാനപ്പെട്ട ആചാര്യന്മാരെയൊക്കെ സ്മരിക്കുന്നു. അതിൽ പ്രാതസ്മരണീയനായ നാരായണ ഗുരുദേവനെ തന്നെയാണ് ആദ്യം ഇവിടെ വരുന്നത്. ശിലയെ ശിവനായി പ്രാണനേകിയ നാണു ഗുരുവിൻ കേരളം. ഈ കേരളം എന്താണ്?
സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ വന്ന് ഭ്രാന്താലയം എന്ന് വിളിച്ച, ലൂണാറ്റിക് അസൈലം എന്ന് വിളിച്ച ഈ ജാതി ഭ്രാന്തന്മാരുടെ നാടിനെ ദേവഭൂമിയാക്കി മാറ്റിയത് നാരായണ ഗുരുവാണ്. എങ്ങനെ? 1888 ശിവരാത്രി നാളിൽ ആ ശങ്കരൻകുഴിയിലെ അഗാധമായ ഗർത്തത്തിൽ അർദ്ധരാത്രിയിൽ മുങ്ങിയെടുത്ത ഒരു ശിലാഖണ്ഡം തൻ്റെ മാറോട് ചേർത്ത് നിറമിഴികളോടുകൂടി പ്രാർത്ഥനാഭരിതമായി അവിടെ കണ്ട ഒരു പാറയിൽ സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാത്യതീതമായ ഒരു ലിംഗപ്രതിഷ്ഠ ആഠ്യ സാമൂഹ്യ ബോധത്തിൻ്റെ മേലെ നടത്തിയ ലിംഗപ്രതിഷ്ഠ, കേരളത്തിലെ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ഏറ്റവും ഉയർന്ന അധ്യായം. അതാണ് 1888 അരുവിപ്പുറത്ത് നടന്ന പ്രതിഷ്ഠ. അതിനെ വളരെ മനോഹരമായിട്ടിവിടെ പറയാണ്, ശിലയെ ശിവനായി പ്രാണനേകിയ നാണുഗുരുവിൻ കേരളം. അല്ലാതെ നമ്മൾ ഇന്നിവിടെ പറയുന്നത് പോലെ ജാതി സംഘർഷത്തിൻ്റെ കേരളം അല്ലേ. ചിലത് പറയുന്നുണ്ട്, ഞാൻ പ്രതിഷ്ഠിച്ച ഈഴവ ശിവനെയാണെന്നൊക്കെ പറയുന്ന പാർട്ടികളുണ്ട്. നാരായണ ഗുരുദേവനെ അടുത്ത് അറിയുന്ന ആൾക്കാർ പറഞ്ഞു, അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്നാണ് പറഞ്ഞത്. ഒരു സന്യാസി നാം എന്ന് പറയുമ്പോൾ ആ ബഹുവചനത്തിൻ്റെ അർത്ഥം നീയും ഞാനും അടങ്ങുന്നതെന്നാണ്. അല്ലാതെ ഞാനെന്ന അർത്ഥത്തിലല്ല. ഒരു സന്യാസി നാം എന്ന് പറയുമ്പോൾ ആ ബഹുവചനം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബഹുവചനമാണ്. ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറയില്ല. കാരണം അദ്ദേഹം ഈഴവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ആളല്ല. ഒരു സന്യാസിക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല. അദ്ദേഹം ഈ പ്രപഞ്ചത്തിൻ്റെ ചരാചരങ്ങൾക്ക് വേണ്ടി, ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചര സഹാനുഭൂതിയിൽ നിന്നാണ് നാരായണ ഗുരുദേവൻ ഉത്ഭൂതനാവുന്നത്. സങ്കുചിത ജാതിവാദികൾ പറയുകയാണ് മനുഷ്യൻ്റെ മനസ്സിൽ കാലുഷ്യം ഉണ്ടാക്കാൻ ബ്രാഹ്മണർക്കെതിരെയുള്ള പ്രതിഷ്ഠയായിരുന്നു. അല്ല, ജാതിവാദികൾക്കെതിരെയുള്ള പ്രതിഷ്ഠയായിരുന്നു. നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. ശരിയാണ്, പൗരോഹിത്യം, ഈ പൗരോഹിത്യം എല്ലാ കാലത്തും ഏത് ജാതിയിലെ പൗരോഹിത്യമാണെങ്കിലും, ഇപ്പം നമ്മുടെ കേരളത്തിൽ എല്ലാ ജാതിയിൽ നിന്നും പൂജാരിമാരുണ്ടാകുന്നുണ്ട്. ദക്ഷിണയ്ക്ക് വല്ല കുറവുണ്ടോ? ഒന്നുമില്ല. പൗരോഹിത്യത്തിനൊരു പൊതു സ്വഭാവമുണ്ട്. അത് സ്വാർത്ഥഭരിതമായി മാറാറുണ്ട് പലപ്പോഴും. അതാക്കാലത്ത് സംഭവിച്ചു. അന്നത്തെ പുരോഹിതന്മാർ ബ്രാഹ്മണരായിരുന്നു. ആ സമൂഹത്തിനെതിരെ ഒന്നുമല്ല നാരായണ ഗുരുദേവൻ്റെ വിപ്ലവം, സാമൂഹ്യ ദുരാചാരത്തിനെതിരെയായിരുന്നു. അവിടെ അദ്ദേഹം പറഞ്ഞത് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. ചിലർ പറഞ്ഞ ഈഴവൻ എന്താണ്? നാരായണ ഗുരുദേവനെ ഈഴവനായിട്ടാണ് ചിലർ കണ്ടത്. ഈഴവനെന്താ ശിവനെ പ്രതിഷ്ഠിക്കാൻ അധികാരം? ക്ഷേത്രത്തിൽ കടക്കാൻ പോലും അവകാശമില്ലാത്തവൻ പ്രതിഷ്ഠിക്കുന്നോ എന്നാണ് ചോദിച്ചത്. ഓമലൻ അതിനു മുമ്പ് പ്രതിഷ്ഠിച്ചു. പത്തനംതിട്ടയിൽ ഓമലൻ അതിനു മുമ്പ് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ആ പ്രതിഷ്ഠ നടത്താൻ ഒരു നായരാണ് സഹായം ചെയ്തു കൊടുത്തത്. അവിടെ സംഘർഷം ഉണ്ടായിട്ടില്ല. പുലയനായ ഓമലന് ശിവലിംഗ പ്രതിഷ്ഠ നടത്താൻ നായരാണ് സ്ഥലം കൊടുക്കുന്നത്. അവിടെ സംഘർഷം ഉണ്ടായോ? പക്ഷേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു നായരും ഈഴവനും തമ്മിൽ സംഘർഷം നടത്തണം, ഈഴവനും നമ്പൂതിരിയും തമ്മിൽ സംഘർഷം നടത്തണം. നാരായണ ഗുരുദേവൻ ആരുമായിട്ടാണ് സംഘർഷം നടത്തിയത്? നാരായണ ഗുരുദേവൻ ആരുമായിട്ട് സംഘർഷം നടത്തിയില്ല. നാരായണ ഗുരുദേവൻ സ്ഥിതിവിശേഷത്തിനെതിരെയാണ് സംഘർഷം നടത്തിയത്. ആ സംഘർഷത്തിൻ്റെ ഉൽപ്പന്നമായിരുന്നു ഈ ശിവലിംഗ പ്രതിഷ്ഠ. ശിലയെ ശിവനാക്കി മാറ്റി. ശില നിർജീവമാണെന്ന് തോന്നും, ശിവൻ എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ്. ഒരു ശിലയെ ചൈതന്യമാക്കി മാറ്റി. നാണുഗുരുവിൻ്റെ കേരളമാണ്. ഇപ്പം ചരിത്രത്തിൽ വേറൊരു നാണുഗുരുവിനെ നമുക്ക് കാണാൻ പറ്റില്ല. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഗുരുവിനെ നമുക്ക് കാണാൻ പറ്റില്ല. മറ്റൊരു വരിയിലേക്ക് വരുമ്പം ജാതി മതിലുകൾ തീണ്ടൽ വേലികൾ നാമെരിച്ചു കളഞ്ഞിടം. വൈക്കം സത്യാഗ്രഹത്തിലേക്ക് വരികയാണ്. ജാതി മതിലുണ്ടായിരുന്നല്ലോ. വൈക്കത്ത് മാത്രമല്ല കേട്ടോ ജാതി മതിൽ. വൈക്കത്ത് പടിഞ്ഞാറേ നടയിൽ ക്ഷേത്രത്തിന് ചുറ്റിലുമുള്ള വഴിയിലൂടെ അവർണർക്ക് നടക്കാൻ പാടില്ല, പിന്നോക്കക്കാർക്ക് നടക്കാൻ പാടില്ല. എന്നാൽ മതം മാറിയാൽ അവ മുസ്ലിമായ ക്രിസ്ത്യാനിയായ പിന്നെ നടക്കാം. ഇതിനെയാണ് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്തം എന്ന് പറഞ്ഞത്. അപ്പോൾ ഹിന്ദുവായ പുലയന്, ഹിന്ദുവായ പറയന്, ഹിന്ദുവായ ഈഴവന് നടക്കാൻ പറ്റത്തില്ല. അവിടെ വേലി വെച്ചിരിക്കുക. അവിടെ മാത്രമല്ല വേലി, കോഴിക്കോട് തളി ക്ഷേത്രത്തിന് മുന്നിൽ വേലി ഉണ്ടായിരുന്നു. ഈ വേലി കൊണ്ടൊന്ന് സ്ഥാപിച്ച ബ്രിട്ടീഷ് കളക്ടറാണ്. ആരാണ് നമ്മളെ ജാതീയമായി തമ്മിൽ തെളിയിക്കാൻ ശ്രമിച്ചതെന്ന് നോക്കണം. എന്നിട്ട് ഇവിടുത്തെ പിന്നോക്കക്കാരെല്ലാം കൂടെ സംഘടിച്ചിട്ടാണോ ആ വേലി എടുത്ത് കളഞ്ഞത്? അല്ല. ഈ കോഴിക്കോടെ വേലി എടുത്ത് കളയുന്നത്
പാലക്കാടുള്ള ഒരു അയ്യര. മനസ്സിലാക്കണം, ഇവിടെ വൈക്കം സത്യാഗ്രഹത്തിൽ ആദ്യം ഈ വേലി ഉല്ലംഘിച്ച് മുന്നോട്ട് പോയത് ഒരു ഈഴവൻ, ഒരു നായർ, ഒരു പുലയൻ, 3 ജാതിയിലും പെട്ടവർ ചേർന്നിട്ടാണ്, സംയുക്തമായിട്ടാണ്. എത്ര ഉദാത്തമായ ഭാവനയോടുകൂടിയാണ് ജാത്യതീതമായ ഒരു സാമൂഹ്യ സമരചനം നടത്തുന്നത്. ഇതിനെയാണ് സംഘർഷത്തിൻ്റെ ചരിത്രമാക്കിയിട്ട് മാറ്റുന്നത്. അപ്പം ജാതി മതിലുകൾ, തീണ്ടൽ വേലികൾ നാം എരിച്ചു കളഞ്ഞിട്ട്, നാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് കത്തിച്ച് കളഞ്ഞതിനെ എടുത്ത് ദൂരെ കളഞ്ഞു. വൈക്കം സത്യാഗ്രഹത്തിൽ പാടാനുള്ള പാട്ടെഴുതിയത് ഒരു തമിഴ് ബ്രാഹ്മണനാണ്. അടുത്തു വന്നുകൂടെ തമ്പുരാനെ അയിത്തമായിടുമോ എന്ന് ചോദിച്ചുള്ളൊരു പാട്ടുണ്ട്. അന്ന് ഈ സത്യാഗ്രഹികൾ പാടി തന്ന പാട്ടാണ്. ആ പാട്ടെഴുതിയത് ഒരു തമിഴ് ബ്രാഹ്മണനാണ്. അപ്പോൾ നോക്കൂ, ഈ അയിത്തത്തിനെതിരെ ബോധമുള്ള ഈ പറയുന്ന മുതിർന്ന ജാതിക്കാർ, അല്ലെങ്കിൽ സവർണൻ എന്ന് പറയുന്നവരും, വൈക്കം സത്യാഗ്രഹത്തിൽ സവർണജാഥ നയിച്ച മന്നത്ത് പത്മനാഭൻ 25,000 പേരുമായിട്ട് തിരുവനന്തപുരത്തേക്ക് മഹാരാജാവിനെ കണ്ട് മെമ്മോറാണ്ടം കൊടുക്കാൻ പോയ മന്നത്ത് പത്മനാഭൻ സവർണനല്ലേ? ആ മന്നത്ത് പത്മനാഭൻ ശിവഗിരി പോയിട്ട് നാരായണ ഗുരുദേവനെ കണ്ട് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിയിട്ടാണ് പോകുന്നത്. എവിടെയാണ് സംഘർഷം? ഇവിടെ ഈഴവനും നായരും പറയനും പുലയനും തമ്മിലൊന്നും സംഘർഷമില്ല. അയ്യങ്കാളിയെ ചേർത്ത് നിർത്തിയതാരാ? മന്നത്ത് പത്മനാഭനാ. അയ്യങ്കാളിക്ക് എപ്പോഴും വേണ്ട മാർഗനിർദ്ദേശങ്ങൾക്ക് അയ്യങ്കാളി ആശ്രയിച്ചിരുന്നത് മന്നത്ത് പത്മനാഭനെയാണ്. മന്നത്ത് പത്മനാഭനടുത്തൊരു പ്രതിജ്ഞയുണ്ട്, ഈ പിന്നോക്ക ജനവിഭാഗങ്ങൾ വിളിക്കപ്പെടുന്നവർക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല, ഞാനിനി ക്ഷേത്രത്തിൽ കയറില്ല. അദ്ദേഹം ദീർഘകാലം ക്ഷേത്രത്തിൽ കടന്നിട്ടില്ല. അപ്പം ഇങ്ങനെ കേരളത്തിലെ ഈ സമന്വയത്തിൻ്റെ, ജാതി സമന്വയത്തിൻ്റെ ഇത്തരം അസാൻമാർഗിക പ്രവണതകൾക്കെതിരെ ഒരുമിച്ച് നിന്ന് നടത്തിയ സർഗാത്മകമായ സമരത്തെയാണ് സംഘർഷമായി, ജാതി വിരോധമായി, ഇപ്പോഴും ജാതി വിരോധമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇനി അയ്യങ്കാളിയിലേക്ക് വരുമ്പോഴോ, വില്ലുവണ്ടിയിലെത്തി അയ്യൻ കാളി കാട്ടിയ നേർവഴി. അയ്യങ്കാളി അന്നത്തെ കാലത്ത് ഈ മുതിർന്ന ജാതിക്കാർ, താഴ്ന്ന ജാതിക്കാരൻ എന്ന് പറയുന്ന ആളിന് വെളുത്ത വസ്ത്രം ധരിക്കാൻ പറ്റത്തില്ല, അവൻ ചന്ദനക്കുരു തൊടാൻ പാടില്ല, അവൻ തലപ്പാവ് ധരിക്കാൻ പാടില്ല. അയ്യങ്കാളി ഇതെല്ലാം ലംഘിച്ചു. വഴിയെ നടക്കാൻ പാടില്ല. അപ്പോഴാണ് പിന്നെ വില്ലുവണ്ടി വരുന്നത്. വില്ലുവണ്ടി എന്ന് പറയുന്നത് ഒരെണ്ണം കാളവണ്ടി, ഒറ്റ കാളെ കെട്ടിയ വണ്ടിയാണ്. അയ്യങ്കാളി നെയ്യാറ്റിൻകരയ്ക്ക് നിന്ന് ഇങ്ങോട്ട് വരുമ്പം ബാലാപുരത്തിനടുത്ത് ഒരു ചന്തയുണ്ട്, ആറാലുമൂട് ചന്ത. ഈ ആറാലുമൂട് ചന്തയിലേക്ക് പാവങ്ങൾ, നെയ്യാറ്റിൻകര ആ പ്രദേശത്തൊക്കെയുള്ള ഹരിജൻ വിഭാഗത്തിലുള്ളവർ ഈ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത് ആ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്താലേ ഇവരൊക്കെ തിന്നത്തുള്ളൂ. അപ്പോൾ അവർക്ക് ഈ വഴി നടക്കാൻ പറ്റത്തില്ല, അവരും വല്ല കാട്ടിക്കൂടെ കയറി വരണം. അപ്പോൾ വഴി നടക്കാൻ പറ്റില്ല, വഴി നടത്തും. അവിടെ അയ്യങ്കാളി ബലപ്രയോഗം തന്നെ നടത്തി. അതാണ് ആ വില്ലുവണ്ടിയിൽ അയ്യങ്കാളി വരുന്നത് എങ്ങനെയാണ്? വെള്ള വസ്ത്രം ധരിച്ച് ചന്ദന പൊട്ട് തൊട്ട് ഒരു തലപ്പാവ് ധരിച്ച് രാജകവിയായിട്ടാണ് വരുന്നത്. ഈ മുന്തിയ ജാതിക്കാരെന്ന് പറയുന്ന ഗുണ്ടകൾ ആക്രമിച്ചപ്പോൾ തിരിച്ചു ഗംഭീരമായിട്ട് അടി കൊടുത്തു. അതാണ് വില്ലുവണ്ടിയിൽ. ആ വില്ലുവണ്ടിയിലെത്തി അയ്യൻ കാളി കാട്ടിയ നേർവഴി. അയ്യങ്കാളി നമുക്ക് കേവലം പുലയർക്കോ പറയർക്കോ അല്ല നേർവഴി കാട്ടിയത്, നമ്മുടെ സമൂഹത്തിന് മുഴുവനാണ്. ഇതിനെ ജാതി മതിലുകളിൽ തളയ്ക്കാനാണ് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ശ്രമിച്ചത്. മന്നമെന്ന മഹാരഥിക്കണി ചേർന്നു പാതകൾ വീണ്ടിടം. ഞാൻ ഇപ്പോൾ പറഞ്ഞു 25,000 സവർണരെ കൂട്ടിയിട്ട് അവർണരുടെ ക്ഷേത്ര വഴിയിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് നടത്തിയ ജാഥ, അത് നടത്തിയത് മന്നമാണ്. ഇവിടെ സാമൂഹ്യ സമന്വയമാണ് നമ്മൾ കാണുന്നത്, സംഘർഷമല്ല. ആ സാമൂഹ്യ സമന്വയത്തെ സംഘർഷമായിട്ട് ചിത്രീകരിച്ച് എല്ലാ കാലത്തും ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിച്ച് നിർത്താൻ ശ്രമിച്ച ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ, അതിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവരാകട്ടെ ഈ പിന്നോക്കക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തു? ഭൂപരിഷ്കരണം നടത്തി. ഇതാണല്ലോ ഇവർ പറയുന്നത്. ഭൂപരിഷ്കരണം കൊണ്ട് ആർക്കാ ഗുണമുണ്ടായത്? ഭൂമി പാട്ടത്തിനെടുത്ത ആൾക്കാർക്കാണ്. ഭൂമി പാട്ടത്തിനെടുത്തത് പാവപ്പെട്ടവനല്ല, ഏക്കർ കണക്കിന് ഭൂമി എടുത്തിട്ട് കൃഷി ചെയ്യാൻ സാധിക്കുന്ന പാട്ടമെടുത്തവരുണ്ട്. ആ ഭൂമി കിട്ടിയത് അവനാണ്, അല്ലാതെ കർഷക തൊഴിലാളിയായ പുലയനോ പറയനോ അല്ല. അവനെ പിന്നീട് EMS സർക്കാർ എന്ത് ചെയ്തു? 5 സെൻറ്റ് കൊടുത്ത് അവനെ കോളനിയിലാക്കി. ഇവിടുത്തെ ഹരിജനെയും ഗിരിജനെയും ഹരിജനെയും പിന്നോക്കക്കാരനെയും അവർക്ക് വേണ്ടി കോളനി ഉണ്ടാക്കി. എന്നിട്ട് ഇപ്പോൾ പറയാം കോളനി എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായ വാക്കാണ്. എന്തൊരു വൈരുദ്ധ്യങ്ങളാണെന്ന് നോക്കൂ. അവരെ കോളനിവൽക്കരിച്ചവരാരാ? കമ്മ്യൂണിസ്റ്റുകാരാ. പോട്ടെ, അത് ഞാനിപ്പോൾ പറയുന്നില്ല. പറയിപ്പെറ്റു വളർന്ന പന്തിരു കുലമതെങ്കിലും ഏകർനാം. ആദി കേരളത്തിൻ്റെ സാമൂഹ്യ സമരചന വളരെ മനോഹരമായൊരു
പുരാവൃത്തത്തിലൂടെ പറയുന്നുണ്ട്. അതാണ് ഈ പറയിപ്പറ്റ പന്തിരുകുലം. ഇപ്പം ബ്രാഹ്മണന് പറയ സ്ത്രീയിലുണ്ടായ 12 പേർ, ഉപ്പുകുറ്റനും രചകനും കാരയ്ക്കലമ്മയും, മധുസൂദനൻ നായർ പാടുന്ന നാരായണത്തുറാന്നനിലൊക്കെ പാടുന്ന ആ പാട്ടുണ്ടല്ലോ. അപ്പം ആ ഓരോ ജാതിയും ബ്രാഹ്മണൻ്റെ ഇല്ലത്തൊരുമിച്ച് കൂടുകയാണ് അച്ഛൻ്റെ ശ്രാദ്ധത്തിന് വേണ്ടി. അപ്പം നമ്മൾ കേരളത്തിലെ ഈ സന്തതി പരമ്പരകൾ ഒരമ്മ പെറ്റ മക്കളാണ് എന്ന് പറയുകയാണ്. അപ്പം ബ്രാഹ്മണന് പുലയ സ്ത്രീയിലുണ്ടായവരാണെന്ന്. നമ്മുടെ ഈ ജാതി ബോധത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എത്ര ബോധപൂർവമാണ് ഇത്തരം പുരാവൃത്തങ്ങൾ ഉണ്ടാക്കിയത്. അതിന്മേലാണ് സ്പർദ്ധയുടെ വിഷബീജങ്ങൾ ഇപ്പോഴും വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. പറയിപെറ്റു വളർന്ന പന്തിരു കുലമതെങ്കിലും ഏകർനാം, നാം ഒന്നാണെന്ന പാട്ടിൽ പറയുകയാണ്. നമ്മിലൊഴുകുവതേക ഭാരത രക്തമെന്നു നിനയ്ക്കണം. അവിടെയാണ്, അൽ കേരള അല്ല, കേരളത്തിന് വേറെ സ്വത്വമാണെന്നാണല്ലോ ഇവർ പറയുന്നത്. നമ്മളിൽ ഒഴുകുന്നത് ഏകഭാരത രക്തമാണ്. കാരണം കേരളമില്ലാത്ത ഭാരതം അപൂർണമാണ്. അതുപോലെ ഭാരതമില്ലാത്ത കേരളവും അപൂർണമാണ്. കാരണം ശങ്കരൻ ജനിച്ചത് ഇവിടെയാണ്. ഈ ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി സഞ്ചരിച്ച ശങ്കരൻ പിറന്ന മണ്ണാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭാരതീയരാണ്, ഈ ബോധം ആ ഗീതത്തിൽ ഉണ്ട്. ഇനി നമ്മുടെ ചില വീര പൗരുഷ പാരമ്പര്യം പറയുകയാണ്. വീരകേരള വർമ്മ വേലു തമ്പി ചെമ്പിലൊരരയനും പോരിൽ നേടിയതാണു കേരള സ്വാഭിമാനം, അതോർക്കണം. കേരളത്തിൻ്റെ സ്വാഭിമാനം എന്ന് പറയുന്നത് അതാരുടെയൊക്കെയാണ്? അതിവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ആൾക്കാരൊന്നുമല്ല കേരളത്തിൻ്റെ സ്വാഭിമാനം ഉണ്ടാക്കിയത്. അതിലൊന്ന് വീരകേരളവർമ്മയാണ്. വീരകേരളവർമ്മ പഴശ്ശിരാജ. ഈ വീരന്മാരെയെല്ലാം പുച്ഛമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എഴുതി കേരളവർമ്മ പഴശ്ശിരാജയെ കെട്ടിലമ്മ ഒറ്റിക്കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഇല്ലത്തെ സമ്പ്രദായമായിരുന്നു അന്ന് പഴശ്ശിരാജാവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നതെന്ന് മറ്റാണ് ഇദ്ദേഹം ധരിച്ചിരിക്കുന്നത്. വീരകേരളവർമ്മ രാജയെ പഴശ്ശിരാജാവിനെ സ്വന്തം പത്നി ഒറ്റിക്കൊടുത്തു എന്ന് കഥ പടച്ചുണ്ടാക്കിയ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ഈ മാനന്തവാടിയിൽ ഉള്ള ആ ശവകുടീരം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആ വീരബലിദാനത്തിൻ്റെ ആ ഭൂമി പട്ടി പെറ്റുകിടന്ന സ്ഥലമാണ്, കാട് കയറി. ഇപ്പോൾ അവിടെ നമുക്ക് സ്മാരകം ഉണ്ടെന്ന് കാണാം. ആരാ ഇതൊക്കെ ഉണ്ടാക്കിയത്? ആ സ്ഥലത്തെ വെട്ടിത്തെളിച്ച് എല്ലാ വർഷവും പഴശ്ശിരാജാവിൻ്റെ ബലിദാന സ്മൃതികൾ നടത്തിയത് ഭാരതീയ ജനസംഘമാണ്. ഇന്നത്തെ BJPയുടെ അതിരൂപം ഭാരതീയ ജനസംഘമാണ്. മാരാർജിയാണ്, രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. ഇന്ന് പിന്നീട് ഇവരൊക്കെ അവിടെ പഴശ്ശിരാജയ്ക്ക് സ്മാരകം ഉണ്ടാക്കാൻ അവർ നിർബന്ധിതരായതാണ്. ഇപ്പോൾ പഴശ്ശിരാജാവിനെയൊക്കെ അഗണ്യ പരകോടിയിൽ തള്ളിയവരാണ് ഇവർ. കാരണം എന്താണ്? ഈ കേരളത്തിൻ്റെ സ്വാഭിമാനം ഉണർത്തിയ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നാം വിളിക്കുന്ന ആ പ്രസിദ്ധ സമരത്തിന് മുന്നേ ഇവിടെ വെള്ളക്കാരനോട് പടപൊരുതിയ വ്യക്തിയാണ്. അത് പഴശ്ശിരാജയാണെങ്കിലും വേലുത്തമ്പിയാണെങ്കിലും. വേലുത്തമ്പിയെ പരമപുച്ഛമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക്. വേലുത്തമ്പി സവർണനാണെന്നും വേലുത്തമ്പി ഈഴവർക്കെതിരെ ദളവാക്കുളം വൈക്കത്ത് ഒരു കഥയാണ്. ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഈ ദളവാക്കുളം എന്ന അവിടെ എന്താ ചെയ്തത്? വേലുത്തമ്പി ഈഴവരെ മുഴുവൻ അവർ ജാതിയിൽ താഴ്ന്നവരായതുകൊണ്ട് കഴുത്ത് മുറിച്ച് കുളത്തിൽ തള്ളി. അതാണത്രേ ദളവാക്കുളം. അപ്പോൾ അവിടെ ഈ നാട്ടുചരിത്രത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയൊരു മനുഷ്യനോട് ഞാൻ പോയി കണ്ട് ചോദിച്ചു, എന്താ സംഭവം? അവിടെ സത്യത്തിൽ വേലുത്തമ്പിയുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമേ ഇല്ല. അങ്ങനെ ഇന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ബസ് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കുന്ന ആ പ്രദേശമാണ്. അത് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്നു. അത് ദളവ കുത്തിയ കുളമാണ്. ദളവയുടെ കാലത്ത് ഉണ്ടായ ഭരണപരിഷ്കാരത്തിലുണ്ടായ ഒരു കുളമാണ്. അവിടെ ജാതി വഴക്ക് ഉണ്ടായിട്ടുണ്ട്. ജാതി വഴക്കുണ്ടായ സമയത്ത് ഈഴവ സമുദായം ഓടിപ്പോകുന്ന സമയത്ത് കുറേ പേര് ഈ കുളത്തിൽ വീണു. ഇതാണ് സംഭവം. അങ്ങനെ ഒരു സംഭവം പണ്ടുണ്ടായിട്ടുണ്ട്. അല്ലാതെ അവിടെ ആരെയും കൊന്നു കുഴിച്ചു. പക്ഷേ ഇതിനെ കഥയാക്കി. ഞാൻ ഈ പറഞ്ഞ പോലെ ചേർത്തലയിലെ ആലപ്പുഴയിൽ എവിടെയോ ഈ മുലച്ചിപ്പറമ്പ് എന്ന് പറഞ്ഞൊരു സ്മാരകം ഇവരുണ്ടാക്കിയിട്ടുണ്ട്. മുലക്കരം കൊടുക്കാത്തതുകൊണ്ട് മുല ഛേദിച്ച് കളഞ്ഞു അത്രേ. ഈ ജാതി സ്പർദ്ധയും ഒക്കെ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി ഇത്തരം കഥകൾ അങ്ങനെ പടക്കുകയാണ്. അതിലൊന്നാണ് ഈ ദളവാക്കുളം. ഈഴവ സമുദായത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും വേലുത്തമ്പിയോട് പകയുണ്ടാകാൻ വേണ്ടി. വേലുത്തമ്പി നമുക്കറിയാം ആരാ? ഈ നാടിന് വേണ്ടി ജീവൻ കൊടുത്ത വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരമൊക്കെ വരുന്നു വായിച്ചു നോക്കണം.
എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? അപ്പം പഴശ്ശിരാജായ ഇവർക്ക് പുച്ഛമായിരുന്നു, വേലുത്തമ്പിയെ പുച്ഛമായിരുന്നു. ആ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനാണ് ഈ പാട്ടിൽ ശ്രമിക്കുന്നത്. വീരകേരളവർമ്മ വേലുത്തമ്പി ചെമ്പിലൊരരയനും. ചെമ്പിലരയൻ വേലുത്തമ്പിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അതായത് ബ്രിട്ടീഷുകാരെ തുരത്താൻ വേണ്ടി കൊച്ചിയിലെ നാട്ടുരാജാവുമായിട്ട് ധാരണയെത്തി കായലിൽ നങ്കൂരമിട്ട കപ്പലുകളെ, ബ്രിട്ടീഷ് കപ്പലുകളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കോടി വള്ളങ്ങൾ തയ്യാറാക്കി കൊടുത്ത ചെമ്പിലരയനാണ്. അരയ സമുദായം അക്കാലത്ത് പിന്നോക്ക വിഭാഗമാണ്. പക്ഷേ എന്തൊരു ദേശീയ ബോധത്തോടു കൂടി ചെമ്പിലരയൻ വേലുത്തമ്പിക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അപ്പം ചെമ്പിലരയനെ എത്ര പേർക്കറിയാം? അപ്പോൾ ആ ചെമ്പിലരയനെ ഈ ഗീതത്തിൽ, നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദിയിൽ ഈ ഗീതത്തിൽ സ്മരിക്കുകയാണ്. അവരൊക്കെ പോരിൽ നേടിയതാണ് കേരളത്തിൻ്റെ സ്വാഭിമാനം. ആ സ്വാഭിമാനത്തിലാണ് നമ്മൾ അഭിരമിക്കേണ്ടത്. അല്ലാതെ ജാതി കുത്തിത്തിരിപ്പുകൾ നടത്തുന്ന വേടൻ പാട്ടുകളിലല്ല നമ്മൾ അഭിരമിക്കേണ്ടത് എന്ന് ഈ ഗീതം നമ്മളോട് പറയുകയാണ്. ഇനി നമ്മുടെ സാഹിത്യ പാരമ്പര്യത്തെക്കുറിച്ച് ആ ഗീതം പറയുന്നുണ്ട്. തുഞ്ചനോദിയ രാമകഥയിൽ ഉണർന്ന ധാർമ്മിക കേരളം. നമുക്കറിയാം ധാർമ്മിക കേരളം എങ്ങനെ ഉണ്ടായി. 1498 വാസ്കോഡഗാമ കേരളത്തിലേക്ക് വരുമ്പോൾ സാംസ്കാരികമായി അധപ്പതിച്ച ഒരു ഭൂപ്രദേശമായിരുന്നു ഇത്. പിന്നീട് ഈ പറങ്കികൾ ഇവിടെ നടത്തിയ അതിക്രമങ്ങൾ, അരക്ഷിതരായ കേരള ജനത, ജാതീയമായ വേർതിരിവുകൾ, ഇതിൽ നിന്നെല്ലാം ഈ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, അയാളാരാ ജാതി? പിന്നോക്കക്കാരനാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആശ്രയിച്ചത് രാമായണത്തെയാണ്, ദാസ് ക്യാപിറ്റലിനല്ല. ദാസ് ക്യാപിറ്റലില്ല, പോട്ടെ, ഞാൻ കാവ്യാത്മകമായി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും അല്ല, രാമായണത്തെയാണ് ഉപയോഗിച്ചത്. ആ രാമായണം, അധ്യാത്മരാമായണം മലയാളത്തിലേക്ക് കൊണ്ടുവന്നു. അതല്ലേ സത്യത്തിൽ ഇന്നും കർക്കിടകത്തിൽ രാമായണ മാസത്തിലൂടെ സാംസ്കാരിക മൂല്യങ്ങളുടെ പുനരാവിഷ്കരണം കേരളത്തിൽ നടക്കുന്നത്. ആ രാമായണ മാസത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഹറാമാണ്. ഞാൻ ആ ഹറാം എന്ന വാക്ക് ബോധപൂർവ്വം ഉപയോഗിക്കണം. കാരണം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലല്ലോ. ഇപ്പോൾ ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിസമാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ബ്രെയിൻ കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കുന്നത്. ഇത്തരം ഒരു ഗണഗീതം ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയം പറയേണ്ടി വരുന്നത് കാരണം വൈക്കം സത്യാഗ്രഹം എന്നതിനെ രാഷ്ട്രീയമായി കൂടെ വിശകലനം ചെയ്യേണ്ട ഒന്നായതുകൊണ്ടും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പാരമ്പര്യം തട്ടിയെടുക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ്സുകാർ ശ്രമിച്ചാൽ പിന്നെ മനസ്സിലാക്കാം. കാരണം അന്ന് കോൺഗ്രസ് ഉണ്ട്, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇല്ല. പക്ഷേ ആ പൈതൃകം ഞങ്ങളുടേതാണ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഉളുപ്പില്ലായ്മ പറയാൻ വേണ്ടിയിട്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കേരളത്തിൻ്റെ ധാർമ്മിക മൂല്യബോധത്തെ ഉയർത്തി നിർത്തിയത് തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ രാമായണത്തിലൂടെയാണ്. കുഞ്ചനിൽ ചിരി തുള്ളി ഗാഥകൾ പാടിയാടിയ നാടിത്. കുഞ്ചൻ നമ്പ്യാർ ഫലിത പരിഹാസങ്ങളിലൂടെ ആരെയും പരിഹസിക്കുന്ന, ഇന്ന് നമുക്ക് നമ്മുടെ അഴിമതിക്കാരെയോ സ്വജനപക്ഷപാതത്തെയോ പിൻവാതിൽ തൊഴിൽ നിയമനങ്ങളെയോ ഒന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവനെ കാരാഗ്രഹത്തിലടയ്ക്കും, അവനെതിരെ കള്ളക്കേസുണ്ടാവും. പക്ഷേ കുഞ്ചൻ നമ്പ്യാർ ഏത് രാജാവിൻ്റെ മുഖത്ത് നോക്കി രാജാവ് നഗ്നനാണെന്ന് പാടിയതാണ്. അതിനെ മാതൃക കേരളത്തിലുണ്ട്. ആ കുഞ്ചനിൽ ചിരി തുള്ളി ഈ പാടിയ പാട്ടുകൾ, ഗാഥ എന്ന് പറയുമ്പോൾ ചെറുശ്ശേരിയാണ്. അപ്പം ഈ ഒരു സാഹിത്യ പാരമ്പര്യം അവിടെ വരുന്നു. ഇനി കേരളത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പുരാവൃത്തം. ഭാർഗവൻ മഴുവാൽ ഉയർത്തിയ ഒരു ആർഷ കേരള നാടിനെ ശ്രദ്ധിക്കണം. ആർഷ കേരള നാടാണ് ഇത്. ആർഷ നാടാണ്. ഋഷിയുടെ കൽപ്പനയാൽ സൃഷ്ടിക്കപ്പെട്ട മണ്ണാണ്. കാരണം കവി കൽപ്പന എന്ന് പറയുന്നതും ഋഷി കൽപ്പന എന്ന് പറയുന്ന ഒന്നാണ്. ഋഷ കവി എന്നാണ്. ഋഷി അല്ലാത്തവൻ കവിയല്ല. അതുകൊണ്ട് കവി ഈസിക്കൽ ടു ഋഷി എന്നാണ്. ആർഷ കേരളം എന്ന് പറഞ്ഞാൽ അത് കവിയുടെ കേരളമാണ്, ഋഷിയുടെ കേരളമാണ്. അത് ഭാർഗവൻ സൃഷ്ടിച്ചതാണ്, ഭൃഗുരാമൻ സൃഷ്ടിച്ചതാണ്. അവിടെ നമുക്ക് സംഘമന്ത്രം ഉരുക്കഴിച്ചിനി നാം നയിക്കുക നന്മയിൽ. 1942 രാഷ്ട്രീയ സ്വയംസേവക സംഘം കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നതിന് ശേഷമുണ്ടായ സാമൂഹ്യ നവോത്ഥാനങ്ങൾ നമുക്കറിയാം. തകർന്നു കിടന്ന ക്ഷേത്രങ്ങൾ മുഴുവൻ ഉയർത്തെഴുന്നേറ്റത് 1942 സംഘം വന്നതിന് ശേഷമാണ്. ഹിന്ദുത്വാഭിമാനം കേരളത്തിൽ പുനഃസൃഷ്ടിക്കാൻ സാധിച്ചത് രാഷ്ട്രീയ സ്വയംസേവക സംഘം വന്നതിന് ശേഷമാണ്. ജാതീയമായി ഭിന്നിച്ചു നിന്നിരുന്ന ഓരോ സമൂഹത്തെയും ജാത്യതീതമായി സാമൂഹ്യ സമരസതയുടെ ഭാഷയിൽ അവരെ പുനഃസംഘടിപ്പിക്കാൻ ശ്രമിച്ചത് രാഷ്ട്രീയ സ്വയംസേവക സംഘം വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് അവസാനത്തെ വരിയിൽ മാത്രം സംഘമന്ത്രം ഉരുക്കഴിച്ചിനി
നാം നയിക്കുക നന്മയിൽ. ആരെ? കേരളത്തെ. അങ്ങനെ വൈക്കം സത്യാഗ്രഹം എന്ന ആ ഇതിഹാസ സംഭവത്തിൻ്റെ ശതാബ്ദിയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം സൃഷ്ടിച്ച ആ ഗീതം, അത് ജാത്യതീതമായ ഒരു സാമൂഹ്യ രചന കേരളത്തിൽ സാധിക്കണം, ഒരു നവോത്ഥാനത്തിൻ്റെ പുതിയ തരംഗം സൃഷ്ടിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന കവിതയാണ്, പാട്ടാണ്. ഇങ്ങനെ എത്രയെത്ര ഗണഗീതങ്ങൾ സാന്ദർഭികമായി സംഘത്തിൻ്റെ ശാഖയിലൂടെ ഉണ്ടാകുന്നു. ഇത് സംഘത്തിൻ്റെ ശാഖയിലൂടെ പുറത്തു വന്നതാണ് എന്ന് നാളെ പറഞ്ഞാൽ ഒരുപക്ഷെ സമ്മതിച്ചെന്ന് വരില്ല. എന്ന് മാത്രമല്ല, നാളെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെങ്കിൽ, ആ കാലത്ത് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഉണ്ടെങ്കിൽ ഒരുപക്ഷെ സഖാക്കളും ഇത് പാടി നടക്കും. എന്നിട്ട് അവർ പറഞ്ഞേക്കാം ചിലപ്പോൾ, ഇത് ഞങ്ങൾ AKG സെൻറ്ററിൽ വെച്ച് അന്നത്തെ ഏതെങ്കിലും ഒരു കവി എഴുതിയതാണെന്ന് പറഞ്ഞാലും അതിശയത്തിന് അവകാശമില്ല. അങ്ങനെ പലതിൻ്റെയും പൈതൃകം അവകാശപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. എന്താണേലും അങ്ങനെ ഒരു അവകാശപ്പെടാൻ ഭാവിയിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ട് ഇത്തിരി രാഷ്ട്രീയം പറയേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. ഈ ഗണഗീതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗണഗീതം ഒരു ദിവസം ചർച്ച ചെയ്യേണ്ടി വരും. ആ രീതിയിലുള്ള, ഇപ്പം നമ്മൾ ഇത്രയും നേരം ഇരുന്നിട്ടും പല ഗണഗീതങ്ങളും സംസാരിച്ചിട്ട് പോലുമില്ല. ഇല്ല ഇതിനകത്ത് വേറെയും കുറേ വരികൾ, അത് നമുക്ക് എന്താ വെച്ചാൽ ഈ തൈക്കാടയ്യ സ്വാമികളെ കുറിച്ചൊക്കെ ഉള്ള അത് ഇതിനകത്തില്ല. എന്ന് വെച്ചാൽ അത് നീളം കൂടിയത് കാരണം ഒഴിവാക്കിയതാണ്. മുന്തിരിക്കിണറിനെ കുറിച്ചൊക്കെ പറയുന്നത് ഈ ഗീതം കുറച്ചുകൂടെ ഉണ്ട്, അത് ഇതിനകത്ത് വന്നിട്ടില്ല. അതായത് കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനം സത്യത്തിൽ ആധുനിക നവോത്ഥാനം ആരംഭിക്കുന്ന അയ്യാവൈകുണ്ഠ സ്വാമിയിലാണ്. അയ്യാവൈകുണ്ഠ സ്വാമിയെ നമ്മളിപ്പോൾ വേണ്ടത്ര സ്മരിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്ഥലം കന്യാകുമാരിയിലാണ്. അവിടെയാണ് അദ്ദേഹം മുന്തിരിക്കിണർ സ്ഥാപിച്ചത്. അതായത് ഈ അവർണർക്ക് സാമാന്യ പൊതു കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല. അദ്ദേഹം കിണർ സ്ഥാപിച്ചു. ആ കിണറൊക്കെ ഇപ്പോഴുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മാരകവും സമാധി സ്ഥലമൊക്കെ ഉണ്ട്. അയ്യാവൈകുണ്ഠ സ്വാമി പ്രവർത്തിച്ചത് നാടാർ സമുദായത്തിനിടയിലാണ്. പിന്നെ അയ്യാവുണ്ട്, തൈക്കാട് അയ്യാവ്. നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിക്കും ഹഠയോഗമൊക്കെ പഠിപ്പിച്ച തൈക്കാട് അയ്യാവ് സ്വാമിയുണ്ട്. അത് ഈ ഗീതത്തിൽ ഉള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ ഭാഗത്ത് ആ ഗീതത്തിൻ്റെ ഒരു 4 വരി ഒഴിവാക്കിയിട്ടുണ്ട്. അത് ദൈർഘ്യം കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഈ ഗീതത്തിൻ്റെ ഒരു സവിശേഷത, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഒരു പശ്ചാത്തല ഗീതമാണിത്. സാമൂഹ്യ നവോത്ഥാനം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വളരെ സുന്ദരമായി സൂചിപ്പിക്കുന്നു. അവിടെ നിങ്ങൾക്ക് AKGയെ കാണാൻ പറ്റിയില്ല, അവിടെ EMSയെ കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇവരവകാശപ്പെടുന്ന സാമൂഹ്യ നവോത്ഥാന നായകന്മാരൊന്നുമല്ല കേരളത്തിൻ്റെ യഥാർത്ഥ സാമൂഹ്യ നവോത്ഥാന പാരമ്പര്യം അവകാശപ്പെടുന്നവർ എന്ന് നമുക്ക് ഈ ഗീതം പഠിച്ചാലും മനസ്സിലാവും.